എന്റെ പാറു, സീക്കേസിന്റെ ക്യാബിനിലെ ഫ്ലവർ വൈസ് ഇല്ലേ, നിധി കൊണ്ട് വെച്ചിരുന്ന മൈക്ക്, അതിപ്പോ അവിടെ കാണാനില്ല. അങ്ങനെയാണെങ്കിൽ സീക്കേസി ഓഫീസിൽ നിന്ന് സംസാരിക്കുന്നത് നിങ്ങൾ എങ്ങനെ കേൾക്കും? അത് മാത്രല്ലെന്നേ, സീക്കേസി ഇതുവരെ ഓഫീസിൽ എത്തിയിട്ട് പോലുമില്ല. ഇവിടെയൊക്കെ ഞാൻ ആ മൈക്ക് നോക്കി. സീക്കേസിന്റെ കയ്യിൽ ആ മൈക്ക് കിട്ടിയെന്നുള്ള കാര്യം ഉറപ്പാ. അപ്പൊ പിന്നെ ആ മൈക്ക് കൂടി ഞങ്ങൾ കേട്ടതോ? അയാൾ എന്തിനാ പവിത്രനെയും പ്രണവിനെയും ഇങ്ങോട്ട് മാറ്റുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞത്? അമ്മേ, ആ മൈക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെച്ചത് ഞാനാണെന്ന് സീക്കേസിക്ക് മനസ്സിലായി കാണും. മിക്കവാറും ആ മൈക്ക് ഉപയോഗിച്ച് തന്നെ എന്നെ കൊടുക്കാനായി സീക്കേസ് നടത്തിയൊരു പ്ലാനിംഗ് ആയിരിക്കണം ആ ഫോൺ കോൾ. എന്നാലും പവിത്രനെയും പ്രണവിനെയും ഇവിടെ കൊണ്ടുവന്ന് പൂട്ടിയിരിക്കുന്നു അയാൾ എന്തിനാ പറയുന്നത്? എന്തൊരു കഷ്ടം ഇത്. നിങ്ങൾ നിൽക്കുന്ന വീട്ടിലെങ്ങും പവിത്രനില്ല, പ്രണവുമില്ല.